നമ്മൾ ഒരു ടിവിയിൽ ഒരു സിനിമ കാണാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ചാനൽ മാറ്റുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്റെ സിനിമ കളഞ്ഞു എന്ന് പറഞ്ഞിട്ടാവും ദേഷ്യം. അപ്പൊ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ റിമോട്ട് കൺട്രോൾ, നമ്മളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ നമ്മളുടെ കയ്യിലാക്കുക എന്നതാണ്. അതായത് ഇപ്പൊ കുടുംബത്തിലാണെങ്കിൽ പാർട്ട്ണറോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടോ പ്രശ്നങ്ങൾ വരുമ്പോൾ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇവരെന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ സാഹചര്യം എങ്ങനെ മാറ്റാം, എന്നെ കൊണ്ട് ഈ സാഹചര്യത്തിൽ എന്ത് വ്യത്യാസം വരുത്താൻ സാധിക്കും എന്ന് രീതിയിൽ ചിന്തിക്കുന്നതിനെയാണ് റിമോട്ട് കൺട്രോൾ കയ്യിലെടുക്കുക എന്ന് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഒരു പ്രൊഫഷനിലാണെന്ന് വിചാരിക്കാം, ജോലി സ്ഥലത്താണെന്ന് വിചാരിക്കാം. ബോസുമായിട്ടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടോ പ്രശ്നം വരുമ്പോൾ അതല്ല അവരുടെ തെറ്റാന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതിൽ എനിക്ക് എന്താണ് അധികമായിട്ട് ചെയ്യാൻ പറ്റുക, ഞാൻ മുൻകൈയെടുത്ത് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതാണ് അവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളുടെയും ചാനൽ മാറ്റാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് എന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള ശക്തി എന്താണ് നിങ്ങളിലാണ് ഉള്ളത് എന്നറിയുമ്പോൾ, നിങ്ങൾക്ക് പരാതികളൊക്കെ അവസാനിപ്പിച്ച് ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ കഴിയും.